ഒരിക്കൽ അഷ്ടവസുക്കൾ 8 തങ്ങളുടെ ഭാര്യമാരൊത്ത് വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിനടുത്തുള്ള വനത്തിൽ ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. ആ സമയത്ത് വസിഷ്ഠ മഹർഷിയുടെ കാമധേനു എന്ന നന്ദിനി പശുവിനെ അവർ കാണാനിടയായി. അഷ്ടവസുക്കളിൽ ഒരുവനായ ദ്യോവിന്റെ ഭാര്യയ്ക്ക് ലക്ഷണമൊത്ത ആ പശുവിനെ സ്വന്തമാക്കണമെന്നു വലിയ മോഹം. ഭാര്യയുടെ ആഗ്രഹം നിറവേറ്റാൻ ദ്യോവ് നന്ദിനിയെ കട്ടുകൊണ്ടുപോയി. വസിഷ്ഠ മഹർഷി പശു മോഷണം പോയ വിവരമറിഞ്ഞു. ആ കൃത്യം ചെയ്ത അഷ്ടവസുക്കൾ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കട്ടെ എന്നു ശപിച്ചു. 8 ദ്യോവോ മാത്രം കൂടുതൽ കാലം ഭൂമിയിൽ ജീവിക്കും. ബാക്കി 7 ജനിച്ച് ഒരു വർഷത്തിനകം ശാപമോക്ഷം നേടുമെന്നും മഹർഷി പറയുകയുണ്ടായി. മഹർഷിയുടെ ശാപം ലഭിച്ച അഷ്ടവസുക്കൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗംഗാദേവിയെ സമീപിച്ചു. മുനിയുടെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. പുരുവംശത്തിൽ പിറന്ന പ്രദീപന്റെ മകൻ ശന്തനുവിന്റെ മക്കളായി ഭൂമിയിൽ ജനിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ദേവി ഒരു മനുഷ്യസ്ത്രീയായി ജനിച്ച് തങ്ങളുടെ അമ്മയാവണമെന്നും അഷ്ടവസുക്കൾ ഗംഗാദേവിയോട് അഭ്യർത്ഥിച്ചു. താൻ നിമിത്തം ശാപം ലഭിച്ച മഹാഭിഷക്കാണല്ലോ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശന്തനുവിന്റെ ഭാര്യയാവാൻ ഗംഗാദേവിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. ഗംഗാദേവിയുടെ സമ്മതം ലഭിച്ചപ്പോൾ അഷ്ടവസുക്കൾ തങ്ങൾ ഭൂമിയിൽ ജനിച്ചയുടനെ നദിയിലെറിഞ്ഞുകൊന്ന് എളുപ്പം ശാപമോക്ഷം തരപ്പെടുത്തി തരണമെന്ന് ഗംഗയോട് അപേക്ഷിച്ചു. ആ അപേക്ഷയും ഗംഗാദേവി സ്വീകരിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ, ഈ കഥ നിങ്ങളുടെയൊക്കെ ഹൃദയത്തെ ഒന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അമ്മൂമ്മയെ സന്തോഷിപ്പിക്കാൻ ഒരു ചെറിയ ലൈക്ക് കൊടുത്താൽ മതി കേട്ടോ. നല്ല കഥകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. നല്ല നല്ല പ്രചോദന കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുട്ടികളെ.